വെൽക്കം ബാക്ക് ടു ചാനൽ ജോയാരിനി. അപ്പോൾ ഇന്ന് നമ്മൾ കാൻറ്റംബറിയിൽ ഒരു ബോട്ടിങ്ങിന് വന്നേക്കുവന്ന്. ബോട്ടിംഗ് എന്ന് പറയാമോ അല്ല കയാക്കിംഗ് ആണോ? കയാക്കിംഗ് അങ്ങനെ പറയാം അല്ലേ. ഇവിടെ നമ്മുടെ കാൻറ്റംബറി റിവറിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വരേണ്ടിയിരിക്കാമെന്ന് തോന്നും. കാരണം ഇപ്പോൾ കയറുതേ ഉള്ളൂ. കയറിക്കഴിഞ്ഞാൽ വെള്ളം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നുണ്ട്. അതിൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാൻറ്റംബറി റിവറിലെ ചെറിയൊരു ബോട്ടിങ്ങിൽ നമ്മൾ വന്നേക്കുവാണ്. കുഞ്ഞുമണിയും അപ്പയും അവിടെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഞാനും എൻ്റെ അപ്പയും ഇവിടെ ഇരിപ്പുണ്ട്. കാണിച്ചു തരാം. ഒരു ഹായ് പറയൂ. നമ്മുടെ ഒരു ബോട്ടിങ്ങിൻ്റെ ആളുണ്ട്. ഓക്കെ ഓക്കെ. കാല് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ കുറച്ച് മുട്ടിൻ്റെ അവിടെ പോലും ഉണ്ടാവില്ലല്ലോ വെള്ളം. താഴെ മുട്ടുന്നല്ല, ഈ കമ്പ് മുട്ടുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ഫ്ലൈയിങ് ഡക്സ്. യെസ്, ഈ സൈഡിൽ ഇത് കാൻറ്റംബറി അകത്ത് നോക്കിക്കേ. കുഞ്ഞുമണി കയ്യിൽ വെള്ളത്തിൽ കൈയിടാൻ പോവാണോടി പെണ്ണെ. കാൻറ്റംബറിയിൽ എപ്പോൾ വന്നാലും ഈ ബോട്ടിങ്ങിലൊന്നും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഇവർ പേരൻസ് വന്നു, കുഞ്ഞുമണിയും വന്നു. കറക്റ്റ് ആ സ്പ്രിങ്സ് കറക്റ്റ് ഇത് ഓപ്പൺ ആക്കിയ സമയമുള്ളൂ. ഓപ്പൺ ആക്കിയ സമയത്തേക്ക് നല്ല ഇതൊക്കെ കണ്ട് സെറ്റായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഈ സീസണിൽ എന്താ പ്രത്യേകത അറിയാമോ? ഈ പൂക്കളും ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് നല്ലതായിട്ട് നിൽപ്പുണ്ട്, ഫ്രഷായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ തൊടണ്ടോന്നോ കുഞ്ഞുമണിക്കാ? കുഞ്ഞുമണി പപ്പ ചീസ് എടുത്ത വീഡിയോ അല്ല. അയ്യോ, ഈ സൈഡ് തിരിയുന്നു ജനു, എൻ്റെ ദൈവമേ. അയ്യോ എടി റിസൂട്ടി, അവളുടെ കയ്യിൽ മൊത്തം ഇതായി. എടുക്കാൻ മറന്നു. ഇതാ പുറകിലൊരു ബ്രിഡ്ജ്. ശനു വെള്ളത്തിലിടുന്നോ ഫോണ്? വരട്ടെ, തിരിയട്ടെ. കർവ് അത് പാക്സാന്ന് തോന്നുന്നു, അപ്പുറത്തും ഇപ്പുറത്തും. അതാ കർവ്ഡ് ബ്രിഡ്ജ്. പക്ഷെ നല്ല തണുത്ത വെള്ളമാണ്. ഞാനൊന്ന് തൊട്ടാൽ ഞാൻ വെള്ളം തൊടുന്നേ, ഞാൻ വെള്ളം തൊടുന്നേ, ഞാൻ വെള്ളം തൊടുന്നേ, ഞാൻ വെള്ളം തൊടുന്നേ. ടക്ക 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 ടക്ക. നിന്നെ തൊടാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്നോട് ദേഷ്യമാണോ? ഞാൻ വെള്ളം തൊടും. എനിക്ക് പറയാനൊന്നുമില്ല. എന്തായാലും തോൽവി പരാജയത്തിന്റെ വിജയത്തിന്റെ ഒരു മുന്നോടിയാണ്. തോറ്റുകൊണ്ടേയിരിക്കും നമ്മളെപ്പോഴും. എന്നിട്ട് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് വിജയം വരും. അപ്പം അതെന്തിനാണ്? അത് പഠിക്കാൻ. പൈസ ചിലവാക്കുന്നില്ല. തോൽവിയിൽ നിന്ന് വേണമെങ്കിൽ കുറേ പഠിക്കാൻ പറ്റും. വിജയത്തിന് ചവിട്ടുപടികളാണ്, അത് നമ്മൾ മനസ്സിലാക്കി. കളകളനാദത്തോടു കൂടി ആസ്വദിച്ചിരിക്കുന്ന റിസൂട്ടി. അമ്മച്ചിയുടെ കയ്യിൽ ആ കാറ്റുകൾ നോക്കൂ. മന്ദമന്ദമായി കണ്ണുകളിൽ തട്ടിത്തഴുകി ആസ്വദിച്ച് മുടിയിഴകളിൽ തട്ടിത്തുളിഞ്ഞു പോന്നു. അത് ആസ്വദിക്കുന്ന റിസൂട്ടി. ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് കാറ്റും വെളിയിൽ വരുന്ന ഇതും നിൽക്കുന്ന റിസൂട്ടി. നിന്റെ എക്സ്പ്രഷൻ കാണട്ടെ അമ്മ. എൻജോയ് ചെയ്യുമോ? അത് ഇതാ അപ്പുറത്തോട്ട് പോകുന്നു. അടുത്ത വെള്ളത്തിൽ കൈ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട്. ഇതാ കൈകളിട്ടു. തണുത്ത വെള്ളത്തിൽ ഇഴുകി സ്ലോ മോഷനിൽ. വാവ്, ഇതാണോ തണുപ്പ്? ഇത്രയും നാളും അപ്പ പറ്റിക്കുമായിരുന്നോ തണുപ്പെന്നൊക്കെ പറഞ്ഞ്?
ഇനി മുതൽ വേണം ഈ വെള്ളത്തിൽ കൈയൊക്കെ ഇട്ട് തണുത്ത വെള്ളത്തിലും കടലിലെല്ലാം ചാടി. ഏതാ ഇതേ അമ്മയും കുഞ്ഞുങ്ങളും അല്ലേ? അമ്മയും അപ്പനും കുഞ്ഞുങ്ങളും. ഇവരൊക്കെ അന്നേരം ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലേ? കുഞ്ഞുങ്ങളോ കുഞ്ഞുമണി ആ വെള്ളത്തിൽ കളിച്ചുവാണോടാ? വെള്ളത്തിൽ കളിച്ചുവാണോ? അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ വെള്ളത്തിൽ കളിച്ചോട്ടെ. എന്നെ 2 കൈയും കൂടി ഇടുവാണെങ്കിൽ ഞാൻ 2 കൈയും കൂടി ഇട്ട് കളിച്ചോളാം. ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കളിക്കുന്നത് അല്ലേ? ഷൈന സ്വാൻ കുളിക്കുന്നത് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. കുളിക്കുന്നത് കിട്ടിയോ? കൂടെ ഷൈനോൻ്റെ വീക്ക്നെസ്സായി, എന്താ ചെയ്യുക? സ്വാനിനെ പോലും വെറുതെ വിടുന്നില്ല. വാട്ട് ഇസ് ഷൈനോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലായിരുന്നെങ്കിൽ ഞാനും നോക്കിയേനെ. ഇഷ്ടപ്പെട്ടാ? ഇതേ നമ്മൾ സ്വാൻ്റെ മലയാള വാക്ക് എന്തോ അപ്പോൾ ഷൈനോ? അരയന. പറയില്ല. സെൽഫി എടുക്കുന്ന പോലെ എടുത്ത് നോക്കുക, അന്നേരം കാണാം. എല്ലാം പറഞ്ഞു തരണം. ഭയങ്കര ബുദ്ധിയാണ്. കണ്ടോ? നല്ല രസമാണ് എന്നെ കാണാനേ. അങ്ങോട്ട് നോക്കുന്ന പോലില്ല. കണ്ട് സ്വാൻ. വേണ്ട, ഇതിനെ എടുക്കുക. വേണ്ട, ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു സ്മെല്ല്. ഉന്മേഷവനായി ഉന്മേഷവതിയായി ചൂട്ടി തിരുമ്പി വന്നാച്ച്. അവിടുന്ന് ഇഞ്ഞിതാടി അവിടെ കണ്ടോട്ട് വേട്ടോ അടിക്കണം. നല്ല ചെറിയൊരു സ്റ്റോൺ പാലം വരുന്നുണ്ട്. ഇതാണ് സ്റ്റോൺ പാലം അല്ലേ? സ്റ്റോൺ പാലം കഴിഞ്ഞോ? അതെന്ത് ഞാൻ കണ്ടില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ഇത് ഏത് പാലോ? സാമാന്യ ബുദ്ധിയില്ല, കത്തി വരണം. സ്റ്റോൺ പാലം എന്ന് പറഞ്ഞ് പാലം എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായില്ല. കല്ലുകൊണ്ടുള്ള പാലം. കല്ല് ചെങ്കല്ലടിക്ക് ഒരു ആർച്ച് പോലും കണ്ടില്ലായിരുന്നു. അവിടെ അവൻ തലയൊക്കെ കുനിച്ച് കിടക്കുന്ന കണ്ടില്ല. അതാ. അയ്യോ ഞാൻ കണ്ടില്ല, തല കുനിച്ചിരിക്കുന്ന ഞാൻ കണ്ടു. നിലത്ത് അടിയിടിച്ച് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. അതും അറിഞ്ഞില്ല. സെൻസേഷൻ കുറവാവും. അയ്യോ കോമഡി. പിന്നെ അത് എത്ര കോമഡി ഒന്നും അല്ല, അറിയാതിരിക്കുന്നത് കോമഡി ഒന്നും അല്ല. അത് വീഡിയോ പകർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ കോമഡി കേട്ടോ. ബോട്ട് യാത്ര അങ്ങനെ സമാപിക്കാൻ പോവുകയാണ്. അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സിങ് ഇതിന് വേണ്ടിയിട്ട് ബെസ്റ്റാണ്. എന്ന് കഴിഞ്ഞാൽ വേറെ അടുത്തൊന്നുമില്ല, നമ്മൾ മാത്രം ആ ഒരു സൈലൻസിൽ കിളികളുടെ സൗണ്ടുകൾ മാത്രം. കിളികൾ ഈ വെള്ളത്തിൽ പോകുന്ന ഒരു താഴെ അടിക്കുന്നൊരു സൗണ്ടില്ലേ അത്, പിന്നെ നമ്മൾ സംസാരിക്കുന്നത് അതപ്പോൾ അല്ലാതെ നല്ല ക്ലൈമറ്റോടുകൂടി നല്ല സെറ്റായിട്ട് പോകുന്ന സംഭവമാണ്. അടിപൊളി. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളെ പോലുള്ള ആൾക്കാർ നമ്മൾ വർക്ക് ചെയ്ത് ഫുൾ ക്ഷീണിച്ചിരിക്കില്ലേ, എന്നിട്ട് ഒരു 2-3 ഇത് കറക്റ്റ് സ്പ്രിംഗ് സീസണിൽ വരുന്ന തന്നെ ഒരു സുഖമുള്ളൂ. വർഷത്തിലൊരിക്കൽ അതാണ് കറക്റ്റ്. വെക്കേഷൻ ടൈം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്ത് സെറ്റ് ചെയ്യണം. നമ്മളെത്താറായി. നമ്മൾ പോയപ്പോൾ ഇവിടെ ഒന്നും ബോട്ടിലുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ എൻ്റെ പോയവരെല്ലാം തിരിച്ചു വന്നു. അടുത്ത ട്രിപ്പിൽ ആൾക്കാർ കയറാനും തുടങ്ങി. ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. എന്നെ ഇട്ടിട്ട് പോയല്ലേ? ഇത് വെസ്റ്റ് ഗേറ്റ് കാൻറ്റംബറിയുടെ സ്റ്റാർട്ടിങ് കേട്ടോ. കാൻറ്റംബറിയുടെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് വെസ്റ്റ് ഗേറ്റ്.
കാൻറ്റർബറി എന്ന് പറയണേ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡിലായിട്ടായിരുന്നു നമ്മുടെ ഗാർഡൻ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടാവുക. ഇത് നമ്മൾ നേരെ ഇതിൻ്റെ ഹൈ സ്ട്രീറ്റിലോട്ട് നടക്കുകയാണ്. ഇതേണ്ടേ ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ബേക്കറി. ഇത് ഇവിടുത്തെ ബേക്കറി കേട്ടോ. സ്വീറ്റ്സ്, സ്ട്രോബെറി ഡ്രിസിൽ, ഇതൊരുമാതിരി ടൈപ്പ് ഓഫ് കേക്ക്സ് പോലത്തെയാണ് കേട്ടോ. കേക്ക്, സ്വീറ്റ് ബിസ്ക്കറ്റ്സ്. ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയിട്ട് നല്ല ആൾക്കാരാണ്. ഇപ്പം ഈ ഒരു സീസണിൽ അവധി വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ആ വെക്കേഷൻ ടൈമിൽ എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങി എൻജോയ് ചെയ്യുന്ന സമയം നടക്കാൻ കുറേ ഉണ്ട്. ഇവിടുന്ന് അവിടം വരെ നടക്കാനുള്ളൊരു ഇതുണ്ട്. നമ്മൾ കാൻറ്റർബറിയിലെ പഴയ ഒരു സ്ട്രീറ്റിലോട്ട് നമ്മൾ നടക്കുക. ആ സ്ട്രീറ്റിൽ നമ്മൾ അങ്ങേ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാൻറ്റർബറി ചർച്ച്. കാൻറ്റർബറിയിലെ UK-യിലെ ഏറ്റവും പഴയ ചർച്ചാണ്. അവള് എൻജോയ് ചെയ്യുവാൻ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പള്ളി പോവാണേ. നമ്മൾ പള്ളി പോവാം. നല്ല മ്യൂസിക്കിൽ മുഴുകി ഇതിലൂടെ നടന്ന് നമുക്ക് കയറാം. നല്ല ആക്റ്റീവാണ് ഈ സ്ട്രീറ്റും ഫുള്ള്. ഇന്ന് രാവിലെ മുതലേ ആക്റ്റീവാണ്. എവിടെ മ്യൂസിക്? അതോ ആരുടെ പാട്ട്? വെയിലടിക്കണ്ടേ? അകത്തോട്ട് കയറാം അല്ലേ? കാൻറ്റർബറി കത്തീഡ്രൽ. ഇതാണ് കാൻറ്റർബറി കത്തീഡ്രലിലോട്ട് കയറാൻ നോക്കുകയാണ്. നമ്മൾ കാൻറ്റർബറിയിൽ വന്നു. എന്നിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്തു. വെള്ളത്തിൽ കൈയൊക്കെ ഇട്ടു. അങ്ങനത്തെ കാൻറ്റർബറിയിലെ അകത്ത് നമ്മൾ കയറി. ഇപ്പോൾ കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് എത്തുന്നവരെ till then bye. Me and കുഞ്ഞുണ്ണി.